ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പ ബിരിയാണിയുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത്. എന്നാൽ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സ്പെഷ്യൽ ടിപ്പാണ്. അതറിയാൻ വേണ്ടി വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ നല്ല എല്ലോട് കൂടിയ ബീഫ് അല്ലെങ്കിൽ പോർക്കാണ് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ പോർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 കിലോ എല്ലോട് കൂടിയ പോർക്കും 1 കിലോ കപ്പയും കൂടെ കുറച്ച് മഞ്ഞളും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിലൊരു 3-4 വിസിൽ വരെ അടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ഉടച്ചെടുക്കണം. ഇനി വേറൊരു പാൻ ചൂടാക്കി അതിലൊരു 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് അതിൽ 1 ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കണം. അതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിക്കാം, കരിഞ്ഞ് അടിക്ക് പിടിക്കാതിരിക്കാൻ. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്ന സ്പെഷ്യൽ ടിപ്പാണ്, വറുത്ത തേങ്ങയാണ് ഇതിൽ ചേർക്കുന്നത്. തേങ്ങ വറുത്തത്, പൊടിച്ചിട്ടില്ല, തേങ്ങ വറുത്തത് നല്ല ബ്രൗൺ കളറായി വറുത്തെടുത്തിരിക്കുന്ന തേങ്ങയാണ് ഒരു 3 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതൊരു ആ മസാലയുടെ കൂടെ ചേർത്ത് ഒരു ഗ്രേവി പരുവാക്കണം. കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും ചേർക്കാം. കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് നല്ലൊരു ഗ്രേവി ആക്കി എടുക്കുക. ഈ ഗ്രേവിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വീതം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു വലിയ സ്പൂണും കൂടെ ഇട്ട് നന്നായിട്ട് ബാക്കിയിരിക്കുന്ന കപ്പയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലും കപ്പയും നല്ല കുഴഞ്ഞിരിക്കണം. കപ്പ കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കാൻ പാടില്ല. കപ്പയൊക്കെ നന്നായിട്ട് വെന്തുടയണം. നല്ല പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ആസിഫ് അലിയുടെ സിനിമയിലെ പാട്ട് പോലെ ഏറെ തിന്നാനായി എല്ലും കപ്പയും ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതൊന്ന് കഴിച്ചാലുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങൾ പിന്നെ ഒരിക്കലും എല്ലും കപ്പയും മറ്റൊരു രീതിയിൽ ഉണ്ടാക്കുകയില്ല. ഉറപ്പായിട്ടും ഇതുപോലെ വറുത്ത തേങ്ങ ചേർത്ത് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്ക്. നല്ല കിടിലം റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.